നമ്മുടെ ഖുതുബ പറഞ്ഞ വിഷയം ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അവതരിപ്പിച്ചുകൊണ്ട് എഴുതാം. നമ്മുടെ ഖുതുബ പറഞ്ഞത് അസൂയ, ആ അസൂയ കൊണ്ട് മനുഷ്യനിക്കുണ്ടാകുന്ന വിപത്തുകൾ, അതാണ് നമ്മുടെ ഖുതുബ ഇന്ന് നമ്മോട് സൂചിപ്പിച്ചത്. കാരണം ഇന്ന് ലോകം മുഴുവൻ ഓരോരുത്തരുടെയും അൽബിന്റെ ഉള്ളിൽ നമ്മുടെ ഈമാനിന്റെ തടസ്സവും നമ്മുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അസൂയ എന്ന് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ പറഞ്ഞു ഇബിലീസാകാരുടെ കാരണം ശിവമാണ്. എന്നാലും ഈ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ ആദ്യമായി നടന്ന ഏറ്റവും വലിയ തെറ്റ് ഏതാണ്? കണ്ണൂരിയല്ല, വ്യഭിചാരമല്ല, പിന്നെ അസൂയയാണ്. അത് നബി അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ, ഹാബീലിനോട്, ഹാബീലിന്റെ ഭാര്യ നല്ല സൗന്ദര്യമുള്ള ഭാര്യ ആയതിന്റെ പേരിൽ ഹാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹി സ്വലാമിന്റെ മോൻ സ്വന്തം സഹോദരനോട് അസൂയുണ്ടായി. ആ അസൂയ കൊണ്ടാണ് പിന്നെ ഒരു കൊലപാതകം ആദ്യമായി ഈ ലോകത്ത് വെച്ച് നടന്നത്. ഹാബീലിനെ ഹാബീൽ കൊന്നു. അതിന്റെ കാരണം എന്താ? അസൂയ. എന്താ കാരണം? അസൂയയുടെ കാരണം സഹോദരന്റെ ഭാര്യക്ക് സൗന്ദര്യം ഉണ്ട്, തന്റെ ഭാര്യക്ക് സൗന്ദര്യം കുറവാണ്, സഹോദരന്റെ ഭാര്യക്ക് സൗന്ദര്യം കൂടുതലാണ്. അതിന്റെ പേരിൽ അസൂയുണ്ട്. ആ അസൂയ കൊലപാതകത്തിലേക്ക് അവസാനം ചെന്നുകൊണ്ടിയാണ്. എന്നതുപോലെ നമ്മുടെ കുത്തുബിന്ന് പറഞ്ഞു, ഇയാൾക്കും അസാദമില്ല. ഓ ജനങ്ങള്, നിങ്ങൾ സൂക്ഷിക്കണേ, അള്ളാഹുവിന്റെ അടിമകളോട് ഒരിക്കലും നിങ്ങൾ അസൂയ വെച്ച് നടക്കുന്നവരാകരുത്. അസൂയില്ലാത്തവരാകാം. എല്ലാവർക്കും പരസ്പരം അസൂയ. ആലിമിനോട് അസൂയ, പണ്ഡിതനോട്, പ്രവർത്തകനോട്, അല്ലെ, ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനോട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനോട് അസൂയ. സോഷ്യൽ വർക്ക് നടത്തുന്ന ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ച് ഒരു ക്ലബോ മറ്റോ അതിന്റെ പ്രവർത്തനത്തിനായി നടക്കുമ്പോൾ മറ്റുള്ള ക്ലബുകാരനോടും ഈ ക്ലബുകാരനോട് അസൂയില്ലാത്ത ആരുമില്ല. അതുകൊണ്ടാണ് നമുക്ക് പുരോഗതി ഇല്ലാത്തത്, അതുകൊണ്ട് നമുക്ക് ഉയർച്ചയില്ല. അയൽവാസിയോട് അസൂയ, അല്ലെ, ഓന്റെ വീട് ഉഷാറായാലും എനിക്ക് പിന്നെ എന്തായാലും അവരെക്കാൾ എന്റെ വീട് ഉഷാറാക്കും. കടായാലും പ്രശ്നമില്ല, ലോൺ വാങ്ങിയാലും പ്രശ്നമില്ല, മറ്റൊരാൾ മുക്കിയാലും പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു കാലം. എന്താ ഈ അസൂയയുടെ കാരണം? എന്താ അറിയോ? അസൂയയുടെ ഉണ്ടാകാൻ കാരണം എന്താ അറിയോ? അള്ളാഹുമായുള്ള വിശ്വാസം കുറവാണ്. ഒരാൾ ഉഷാറാകുന്ന എങ്ങനെയാ? അള്ളാഹ് സഹായിച്ചതുകൊണ്ടല്ലേ. ഒരാൾ വലിയ പണ്ഡിതനായി. എങ്ങനെ പണ്ഡിതനായി? അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്. ഒരാൾ വലിയ മുതലാളിയായി. യൂസുഫ് അലി വലിയ മുതലാളിയാണ്. നമുക്ക് അസൂയത്തിന് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ കഴിഞ്ഞ ആഴ്ച എറണാകുളം പോയി. അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് അത് കണ്ടപ്പോ ഞാൻ ഇപ്പോ ഇടയ്ക്കിടെ വൃദ്ധാശ്രമങ്ങളിലേക്ക്, അതുപോലെ ഏതെങ്കിലും ദുരിതം സംഭവിച്ചാൽ അവിടെയൊക്കെ കോടികൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര അത്ഭുതം. കോടി കൊടുക്കാൻ കോടി കാണാൻ ഒരു വിഷയം. പക്ഷെ ആൾ പോയി നോക്കിയാൽ അയാൾ കൊടുക്കുന്ന ചെറുതാണ്. നമ്മൾ 10 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു സാധാരണ വിഷയം വന്നാൽ ഒരു 100-500 നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെയാണ് അയാൾക്ക് കോടി നോക്കും. അത്ര ഒരു ബിസിനസ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ലോകം മുഴുവനും പറഞ്ഞെടുക്കണ്ട്. നമുക്ക് അസൂയപ്പെട്ട് കാര്യമില്ല. അയാൾ ഒരു ഉമ്മ പ്രസവിച്ച മോനല്ലേ, നമ്മളും ഒരു ഉമ്മ പ്രസവിച്ച മോനാണ്. പക്ഷെ അയാൾ കന്നു കൊടുത്തു, നമുക്ക് തടഞ്ഞു, അതിന് കൈയുണ്ടാവും. പക്ഷെ അസൂയ വെക്കാൻ പാടില്ല. അസൂയ എന്താണ്? നമ്മുടെ ഉള്ളിൽ, അല്ലെ, ദ്വേഷം ഇങ്ങനെ കെട്ടിവെക്കാം. ഓനെ കാണുമ്പോ ശരിയാ, അല്ല അസ്സലാമലൈക്കും, അല്ല പല വേറെ ചിരിക്കുന്നുണ്ട്. ഉള്ളിലോ എപ്പോ ചത്തമോ എപ്പോ ആരാക്കാവും, ഓനെല്ലാം ഇല്ലാതെയാവും എന്ന് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ. ഞാൻ അസൂയ എന്ന് പറഞ്ഞ ഒരിക്കലും പാടില്ല. അത് വരാതിരിക്കുന്ന പ്രവർത്തനമാണ്. ആരോടും, കാരണം ഇവിടെ ലോകത്തിലുള്ള എല്ലാ ആളുകളും അള്ളാന്റെ അടിമകളാണ്. എല്ലാവരും സഹായിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു സഹായിച്ചത് ശരിയല്ല എന്നൊരു ധാരണയാണ് നമ്മുടെ ഉള്ളിൽ. ഇവിടെ അവസാനത്തെ പ്രവാചകനാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു അവന്റേതായിരുന്നു. അള്ളാഹ് തെറ്റുപറ്റിയതാണ്. അള്ളാഹ് തെറ്റുപറ്റി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ അവസാനത്തെ പ്രവാചകനാക്കിയതാണ്. ഓരോ അള്ളാഹ് തെറ്റുപറ്റിയ അള്ളാഹ് തെറ്റുപറ്റിയെന്നൊരു വിശ്വാസം മോനിങ്ങളെ. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ധാരണകൾ. അള്ളാഹ് ഓരി കൊടുത്തത് ശരിയല്ല, ഓര് വലിയ ഉഷാറാക്കിയത് ശരിയല്ല എന്നൊരു ധാരണ ഒരിക്കലും പാടില്ല. അത് വരാതിങ്ങളുടെ പ്രവർത്തനമാണ്. നമ്മുടെ ഉള്ളിൽ ദ്വേഷങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ച് നമ്മുടെ പുറത്ത് പുഞ്ചിരിയും അതുപോലെ സംസാരവും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങളിങ്ങനെ തോന്നാനിക്കുകയാണ്. ഇതാണ് മോമിനിങ്ങളെ ആളുകളെ സീരിന്റെ വഴിയിലേക്ക് എത്തിപ്പെടുത്തുന്നത്. ഇതാണ് മോമിനിങ്ങളെ കണ്ണീരിന്റെ വഴിയിലേക്ക് ആളുകളെ എത്തിപ്പെടുത്തുന്നത്. കണ്ണീർ എന്താ? കണ്ണീർ ഒരു ഉഷാറിനെ ഞങ്ങൾ പറഞ്ഞു പോവാം. സീരല്ല ഒരു നടത്താൻ വഴി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തിനു വേണ്ടിച്ച്? നമ്മുടെ ഉള്ളിൽ ശരിയില്ലാത്തതുകൊണ്ട്. ഉള്ളില് അസൂയ പറഞ്ഞപ്പോ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ചുക്കാനി പിടിക്കുന്നു. ഒരിക്കലും പാടില്ല. ഇൻഷാ അല്ലാഹ് അവിടേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ മതമ. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. പ്രത്യേകമായ ഒരു ദുആ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ മതമ കടന്നു വരുമ്പോ നമ്മുടെ ഉള്ളു ശരിയാക്കണം.
കഴിഞ്ഞ ആഴ്ച കിബിനെ കുറിച്ച് പറഞ്ഞു, ആ രോഗം നമ്മൾ ഇന്ന് എടുത്തു മാറ്റണം. ഈ ആഴ്ച അസൂയയെ കുറിച്ച് പറയുന്നുണ്ട്, ആ രോഗം നമ്മൾ ഇങ്ങനെ എടുത്തു മാറ്റണം. അതൊക്കെ വരുമ്പോ നമ്മുടെ കൽബുകൾ മുഴുവനും ശുദ്ധമായ കൽബുകളായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങളുടെ നന്മകളെ നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് നിങ്ങൾ ജാഗരൂകരാകണം. നമ്മുടെ നിസ്കാരം നമ്മുടെ അസൂയ കൊണ്ട് കരിച്ചു കളയും. ഏതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കത്തുന്ന തീയിലേക്ക് വിറക് വെച്ചു കൊടുത്താൽ ആ വിറകിന്റെ തീ എങ്ങനെ കരിച്ചു കളയുമോ, അതുപോലെ അസൂയ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കരിച്ചു കളയും. നിങ്ങൾ എത്ര നിസ്കരിച്ചവരാണെങ്കിലും എത്ര അപജയവരാണെങ്കിലും അള്ളാഹിന്റെ അടുത്ത് നോക്കുമ്പോ ഒന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അതുപോലെ പറഞ്ഞു, നിങ്ങളുടെ സമയങ്ങൾ അത് വിലമതിക്കാത്തതാണ്. കഷ്ടപ്പെട്ടാൽ അത് പോയി. പക്ഷേ ആ സമയങ്ങൾ നല്ല നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി തയ്യാറാകണം. എന്നൊരു പറയാം, മണിക്കൂറുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ചയായി, ഇന്ന് വെള്ളിയാഴ്ച, കുറച്ചാകുമ്പോ അടുത്ത വെള്ളിയാഴ്ച റജബും റജബിന് വേണ്ടി നിങ്ങൾ പിന്നെ റമദാനിന്റെ അവസാനത്തെ സലാം പറയാനിരിക്കുന്നു. സമയങ്ങൾ ഇങ്ങനെ പോകാൻ. എന്നിട്ടോ സുബ്ഹാനല്ലാഹ് എത്ര നിങ്ങളുടെ ഹയാത്തുള്ള ആളുകളുടെ ആ ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന മനുഷ്യന്മാർ മരിച്ചുപോയ ആളുകളുടെ ലിസ്റ്റുകളിൽ അവരുടെ പേര് ചേർക്കപ്പെടുകയാണ്. നിങ്ങളെ കാണുന്നില്ലേ? ജനങ്ങള് തിരക്കാണ് മനുഷ്യന്, പാച്ചനാണ് മനുഷ്യൻ. 10 കൊല്ലക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഇന്ന് മരിച്ചുപോയി. എത്ര തിരക്കുകളായിരുന്നു. നമ്മളെ പോലെയാണോ? അല്ലാത്ത പാച്ചനാണ്. പല രാജ്യങ്ങളിൽ പല രാഷ്ട്രങ്ങളിൽ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പല രൂപത്തിൽ പരിശ്രമിച്ച നല്ല ഒരു സൽസ്വഭാവിയാണ്. അല്ലെ, നല്ല ഒരു പ്രധാനമന്ത്രിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു. സൽസ്വഭാവിയാണ്. ഒരു വർഗീയവാദമോ അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിങ്ങളോടുള്ള എതിർപ്പോ ഒന്നും കാണിച്ചില്ല. നാടിന്റെ പുരോഗതി എങ്ങനെ ഉണ്ടാകും എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി പാഞ്ഞു നടന്ന മനുഷ്യൻ. മുതൽ അയാളുടെ പേര് മരിച്ചവരുടെ ഇഷ്ടമാണ്. അല്ലെ, ഡെത്ത് സർട്ടിഫിക്കറ്റാണ് എനിക്ക് നൽകപ്പെടുന്നത്, അയാളുടെ കുടുംബങ്ങളിലേക്ക് കൈമാറപ്പെടുന്നത്. അങ്ങനെ എത്ര ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് ആ ചിന്തയില്ല. ആ ചില നിൽക്കാണ് ദിവസം പോലും ഒരു തസ്ബീഹ് ചെല്ലാനോ അള്ളാഹിനെ സ്തുതിക്കാനോ അള്ളാഹിനോട് കൈ ഉയർത്തി ദുആ ചെയ്യാനോ നമുക്ക് സമയമില്ല. നമുക്ക് കച്ചവടത്തിന് നടക്കാം, നമുക്ക് ജോലിയുടെ തിരക്കാണ്. ഒരുപാട് ഉണ്ടാക്കി വെക്കണം എന്നൊരു നാരതയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മോട് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ എത്ര ഇവിടെ ഉണ്ടാക്കി വെച്ചാലും അത് മുഴുവനും ഇവിടെ ബാക്കിയാക്കി ഒഴിവാക്കി പോകേണ്ടവരാണ് നിങ്ങൾ. എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും എത്ര മുതൽ ഉണ്ടാക്കിയാലും കൊണ്ടുപോയവരാവില്ല. ഓടിയവർ മുഴുവനും കഷ്ടപ്പെട്ടവരാ. എന്നാലോ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ചവർ, രാത്രി സമയം തെളിച്ച് നാട്ടിൽ നിസ്കരിച്ചവർ, ഖുർആനോദിയവർ. വെള്ളിയാഴ്ച ദിവസം മുഖാമികൾ ഉണ്ടായിരുന്നു. സുബഹിക്ക് ആ നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ വണ്ടിയിൽ വരും. എന്നിട്ട് മഗ്‌രിബിന്റെ സമയമാകുമോ മഗ്‌രിബിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിഞ്ഞു പോകും. ഇവിടെ ഉണ്ട് ഈ ജമാഅത്ത് കഴിഞ്ഞാൽ ഈ വാഹനം സുരക്ഷിക്കാൻ ഇങ്ങനെ പള്ളിക്ക് പോകാൻ. പള്ളിക്ക് താങ്കൂല, പള്ളിയിരിക്കാൻ സമയമില്ല. അങ്ങനെയല്ല, പള്ളി മുഴുവൻ തോന്നിച്ച പള്ളിയാണ്. എന്റെ എപ്പോഴും ഇരിക്കുന്ന ആളുകൾ, എപ്പോഴും നോമ്പുകാരായി പള്ളിയിൽ ദുആ ചെയ്യുന്ന ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എത്ര കാര്യങ്ങൾ പുരോഗമിച്ചാലും എത്ര ബിൽഡിങ്ങുകൾ ഇവിടെ പൊങ്ങി വന്നാലും എത്ര സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടായാലും ആ പണ്ടത്തെ മനസ്സമാധാനം കിട്ടൂല. പണ്ടത്തെ സന്തോഷം, പണ്ട് ആ കഞ്ഞിയും ചട്നിയും കുടിച്ചിട്ട് വയർ നിറച്ചൊരു കാലുണ്ടായിരുന്നു. അന്ന് ബിൽഡിംഗ് ഇല്ല, അന്ന് നാടിന്റെ ഒരു പുരോഗമനമില്ല. പക്ഷെ ഈ മാലികമായി അന്ന് പുരോഗമനം ഉണ്ടായിരുന്നു. എത്ര ശാസ്ത്രീയമായി ലോകം പുരോഗമിച്ചാലും സ്വഭാവത്തിന്റെ കാലത്തിന്റെ കടപിടിക്കുന്ന ഒരു കാലം എനിക്ക് തിരിച്ചു വരൂല. അന്നവർ കിടന്നില്ല, കിടന്നവർക്ക് കുടിയിലായിരുന്നു, വീടില്ല. ഈത്തപ്പന മക്കൾ കൊണ്ടുണ്ടാക്കിയ വീട്. അന്ന് ഗ്രാനൈറ്റ് ഇല്ല, ടൈൽസ് ഇല്ല, ഒരു സംവിധാനവും ഇല്ല. പള്ളിയിൽ അടക്കം സ്വഭാവത്തിൽ ഇരുന്ന സെക്കൻഡുകളാണ് അവരുടെ നെറ്റികളിലൊക്കെ പതിഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം വരാനുണ്ടോ? ഇതെന്റെ അന്ന് അള്ളാഹിനെ മനസ്സിലാക്കിയ ഒരു കാലമായിരുന്നു. അള്ളാഹു എന്താണെന്ന് മനസ്സിലാക്കിയ കാലം, അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ച കാലം, അള്ളാഹുവിന്റെ മഹത്വത്തിനായി ആളുകൾ അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയ കാലം. ഇന്നോ എല്ലാ സംവിധാനവും ഉണ്ട്, പക്ഷെ സാധാരണ എല്ലാം ഉണ്ട്. മനസ്സിന് റാഹത്തില്ല, എല്ലാം ഉണ്ട്. എന്റെ ഈമാനികമായി ഞങ്ങൾ തളർന്നു പോയതാണ്. നമ്മുടെ കൽബ് ജീവൻ കൊണ്ടും അസൂയ കൊണ്ടും മറ്റുള്ള അതുപോലെയുള്ള രോഗങ്ങളെ കൊണ്ടും നമ്മുടെ കൽബ് തുറന്നപ്പോ യാപത്തില്ല. നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, നമുക്ക് അതിനൊരു മാതിരിയുണ്ടോ? നമ്മുടെ പരിശുദ്ധമായ മദീന പലപോലെ നമ്മുടെ നാട്ടുകാരനായ ഒരാള് കഴിഞ്ഞ ഇന്നലെ ഒരാള് പരിശുദ്ധമായി ഇവർക്ക് വേണ്ടി പോയി. അവരുടെ അമലുകൾ മുഴുവനും പടച്ചവർക്ക് കബൂലാക്കുമാറാകട്ടെ. നമുക്കും അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ. അപ്പൊ ഇന്നലെ വിളിച്ച് ഞാനിങ്ങനെ കരയാ, പൊട്ടി കരയാ. സമാനത നമുക്ക് 50 കഴിയുമ്പോ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോയി
പോയിട്ട് ഞമ്മ പോയിട്ട് ആ കാവ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ വെള്ളം പറഞ്ഞു എന്താണെങ്കിലും ഈ വാരം നാട്ടിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ കരയുന്ന കലവ നോക്കി കരയാത്ത ആളുകളില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഞമ്മ എന്ത് മനസ്സിലാക്കണം ഇതിന് അവസാനം വരുമ്പോൾ നമുക്ക് കളിച്ചില്ല. ഞാൻ ഇന്ന് വരാറുണ്ട്, ഇന്നലെ കരയണം പക്ഷേ നാളെ വരുന്നതുണ്ട്, എങ്ങനെ ഈ നാട്ടിൽ നിന്ന് വരും എന്നിങ്ങനെ പൊട്ടിക്കരയാം. അങ്ങനെ കരഞ്ഞ ആളുകളായിരുന്നു മുൻകാലികൾ, സ്വാധീനങ്ങൾ, കൽപ്പിമാരുള്ളവർ. നമുക്ക് നിസ്കാരം എപ്പോ തീർന്നതാ കൈകട്ടിയ എത്ര തീർന്നതാ, ഒരു മിനിറ്റ് കേട്ടായാലോ ഒരു കംപ്ലൈന്റ് കമ്മിറ്റിക്കാരോട് കംപ്ലൈന്റ് പറയും. നിസ്കാരം പെട്ടെന്ന് മാറ്റണോ വേണോ, നിസ്കാരം സമയം ഭയങ്കര കൂടുന്നുണ്ട്, ഭയങ്കര കൂടുന്നുണ്ട്. അങ്ങനെ സമയമില്ല, നമുക്ക് സമയമില്ല. സ്വഭാവം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുറച്ച് നിസ്കാരം തെറ്റായാൽ പ്രശ്നമാണ്, കൂടിയാൽ പ്രശ്നമാണ്. നമ്മള് തന്നെ ഞമ്മോ ധാരാളത്ത് പോയിട്ട് മാമമായി കൂടിയാൽ ഞാൻ ഭയങ്കര കണ്ട സമയം നോക്കാം അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ തണ്ടമനായി പോയി. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയണം എന്നതാണ് നമ്മുടെ പുസ്തകം നമ്മൾ ഉപദേശിക്കുന്നത്. അള്ളാഹു ആ രൂപത്തിൽ പടച്ചറപ്പിനെ മനസ്സിലാക്കി അവൻ പൊരുത്തപ്പെടുന്ന അമലുകൾ കൊണ്ട് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ അയാത്ത കാലത്ത് മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വെക്കാൻ പടച്ചറപ്പ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അമൽ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോട് കനിമചൊല്ലി പുഞ്ചിരിച്ച് കുടുംബങ്ങളുടെ മുന്നിൽ വസിയത്തുകളൊക്കെയും ചെയ്ത് നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നിന്റെ അതോളത്തിലേക്ക് കടന്നു വരാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് 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 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി